മഹ്മൂദ് ജീവിച്ച കാലം എന്ന് പറയുന്നത് ക്രിസ്തത്വം 570 മുതൽ 632 വരെയുള്ള കാലഘട്ടമാണ്. 570 മുതൽ 632 വരെ. ആ കാലഘട്ടത്തിന്റെ തൊട്ടുശേഷമാണ് ഞാൻ ഈ പറയുന്ന കാലം. ആ കാലത്ത് ഈ ചരിത്രരേഖ പരിശോധിച്ചാൽ കാണാൻ കഴിയും, ആത്മീയ നേതാക്കന്മാരായിരുന്നു ഈ പ്രദേശത്ത് ഇസ്ലാമിക മുസ്ലിങ്ങൾക്ക് സമുദായത്തിന് നേതൃത്വം നൽകിയത്. കോഴിക്കോട്ടെ ശിഹാബുദ്ദീൻ കാസർഗോലി, തിരുവിതാംകൂറിലുള്ള ഷെയ്ഖ് ഫഖറുദ്ദീൻ, ബാസറൂരിലെ അബൂ സിത്ത, ഫജലൂരിലെ അബൂ സലാത്ത, മംഗലാപുരത്തെ ഹസനുൽ മഅബരി, അവിടെ ഏഴിമലയിലെ ഹസനുൽ ഷെയ്ഖ് ഹസനുൽ മസ്താൻ, ധാരാളം ആളുകൾ. ആ കാലത്തിന് ശേഷമാണ് പിന്നീട് മഖ്ദൂമി കാലഘട്ടത്തിലേക്ക് വരുന്നത്. ഞാൻ പറയുന്നത് ആധ്യാത്മികതയുടെയും അറിവിന്റെയും കേന്ദ്രങ്ങളായിരുന്ന പ്രദേശങ്ങളും വ്യക്തികളും അവരെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയ സംവിധാനങ്ങളുമായിരുന്നു കേരളീയ മുസ്ലിങ്ങൾക്ക്, ദക്ഷിണ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് നൂറ്റാണ്ടുകളിലൂടെ ദിശാബോധം നൽകിയത്. വൈജ്ഞാനികമായ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള മാർഗദർശനങ്ങൾ നൽകിയത്. പിന്നീട് മഖ്ദൂം സൈനുദ്ദീൻ ഇബ്രാഹിം അഹ്മദ് റഹിമഹുല്ലാഹ്, അദ്ദേഹം യമനിൽ നിന്നാണ് വരുന്നത്. 15-ാം നൂറ്റാണ്ടിൽ മഅബറിൽ നിന്ന് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പ്രദേശത്തൂടെയാണ് മലബാറിലേക്ക് വന്നത്. തഞ്ചാവൂരിൽ, കാൽപട്ടണത്തിൽ, കന്യാകുമാരിയിൽ, നാഗൂരിൽ, കൃഷ്ണപള്ളിയിൽ അവിടെയൊക്കെ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം പൊന്നാനിയിലേക്ക് വരുന്നത്, മലപ്പുറത്തേക്ക് വരുന്നത്. പിന്നീട് പൊന്നാനിയായി മഖ്ദൂം ഒന്നാമനും മൂന്നാമനും പിതാമഹനും പൗത്രനും കൂടി. പൊന്നാനി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അറബി പദമാണ്, അങ്ങനെയും അതിനെ വായിക്കാം. അറബിയും മലയാളവും ചേരുന്ന രണ്ട് സ്വർണ്ണങ്ങൾ എന്നും ഒരുപക്ഷെ അതിനെ അർത്ഥം വെക്കാം. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനും മൂന്നാമനും. രണ്ടാമൻ മുഹമ്മദ് അൽ ഗസാലി അവിടെ മാഹി, അവിടെയാണ്, കുഞ്ഞിപ്പള്ളിയിലാണ്. ഈ ഒന്നാമനും രണ്ടാമനും ആ മഖ്ദൂം കുടുംബം ദക്ഷിണേന്ത്യൻ ഇസ്ലാമിലെ മുസ്ലിങ്ങൾക്ക് കൃത്യമായ ദിശാബോധം നൽകി, ഫ്രെയിം നൽകി, തത്വശാസ്ത്രം നൽകി, ഫിലോസഫി നൽകി, ഫിഖ്ഹ് നൽകി, തസവ്വുഫ് നൽകി, എല്ലാം നൽകി. ഈ മഖ്ദൂം രണ്ടാമൻ പതിറ്റാണ്ടുകളോളം മക്കയിൽ പോയി പഠിച്ചിരുന്നു. പതിറ്റാണ്ടുകളോളം അവിടെ പഠിക്കുകയും ദർസ് നടത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാർ ആരൊക്കെയാണ്? ഫിഖ്ഹിൽ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ്. ഫിഖ്ഹിൽ ഇസ്സുദ്ദീൻ അബ്ദുൽ അസീസ് സുബൈരി